ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ അങ്ങളെ. ഹാപ്പി ന്യൂ ഇയർ മക്കളെ. നല്ലത് വരട്ടെ മക്കളെ. അച്ഛനെങ്ങനെയുണ്ട് മോനെ? അച്ഛനിപ്പോ തന്നെ ഒരു മാറ്റമൊന്നും ആയിട്ടില്ല. സോഡിയത്തിന്റെ കുറവ് സ്റ്റേബിൾ ആയിട്ടില്ല. പിന്നൊക്കെ ഓർമ്മ പഴയ പോലെ തന്നെ വീണ്ടോട്ട് കിട്ടില്ല. അങ്ങനെ എടുക്കണം. സോഡിയത്തിന്റെ ലെവൽ ശരിയാവാൻ കുറച്ച് സമയം എടുക്കും. എല്ലാം ശരിയായി വരും മോനെ, ധൈര്യമായിട്ടിരിക്കും. ചേട്ടാ, അന്ന് നമ്മൾ സഹായിച്ച് ആധാരം എടുക്കാൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വഴിയാധാരായിരുന്നു. ഇന്നോട് പലിശയായിരുന്നു. മോനന്ന് ബാങ്കിന്റെ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ചിട്ടി വിളിച്ചതും പറഞ്ഞില്ലേ മോൻ? സൊസൈറ്റിയിലേക്ക് മാറണമെങ്കിൽ നല്ലതെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് മേനോൻ ചേട്ടൻ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അത് ശരിയാക്കി തന്നത്. സഹായിച്ചത് വലിയൊരു മറക്കില്ല. ഞങ്ങൾ കുടുംബം പ്രശ്നങ്ങളും തീർന്നില്ല മേനോൻ ചേട്ടാ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. അപ്പോൾ അതേ ഭാര്യയ്ക്ക് വയ്യ, ഹൈബ്രോയിഡ്, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അവനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ തൊഴിലിറങ്ങിയിട്ട് ഉണ്ണിയാളെ ഭാര്യ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ പോകാൻ നിൽക്കാം. ഒന്നും പ്രശ്നങ്ങളാണ് വളരുണ്ടെന്ന് പറയണ. ഹൈബ്രോയിഡ് വളർന്നാൽ കാണിക്കും. എവിടെയാ ഹൈബ്രോയിഡ്? മാറിലാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ വളർച്ച ഇല്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമതും ഒരു സംശയം തോന്നി. അമലിൽ ചെക്ക് ചെയ്തപ്പോൾ സ്കാൻ ചെയ്യണം, വളർച്ച ഉണ്ടെന്ന് പറയണു. അപ്പോൾ പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി രണ്ടാമതൊന്ന് കാണിക്കാൻ വെച്ച് ആകെ പേടിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം. സുധീഷേ, ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം മേനോൻ ചേട്ടന് വിവരം അറിയിക്കണം. നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നും വിചാരിക്കണ്ട. മേനോൻ ചേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യും കേട്ടോ. എന്നാ ശരി കേട്ടാ. ഹായ് മേനോൻ ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ പരിപാടി എന്തായി? ഇന്നാണ് വെച്ചുള്ളത്. ഇന്നാണ് സദ്യയൊക്കെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരണം. നമ്മളൊപ്പമുണ്ട്. ഇതൊക്കെയല്ലേ നാടിന്റെ ആവശ്യമുള്ള കാര്യങ്ങള്. ഞങ്ങളുണ്ടായിരിക്കും. മേനോൻ ചേട്ടൻ എന്ത് കാര്യം ചെയ്തോ എന്നെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. അതറിഞ്ഞില്ലേ? നമ്മുടെ അഗതി മന്ദിരല്ലേ, എല്ലാ വർഷവും നമ്മുടെ മേനോൻ ചേട്ടൻ നമ്മുടെ എല്ലാ അന്തേവാസികൾക്കും സദ്യ കൊടുക്കുന്നുണ്ട്. പിന്നെ മേനോൻ ചേട്ടൻ ഈ നാടിന്റെ ഒരു ഐശ്വര്യം. അല്ല, അത് ചിലർ ഒരു ഐശ്വര്യം തന്നെയാണത്. അതെ അതെ അതെ. മേനോൻചേട്ടന്റെ പോലെ തന്നെ കേട്ടാ അവളുടെ വൈഫും. എത്ര മനോഹരമായിട്ടുള്ള ചിരിയാ. ആ ചിരിയിൽ തന്നെ തീരും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും. ചിരി മാത്രല്ല, പുള്ളിക്കാരത്തിന്റെ വാക്കും പ്രവൃത്തിയും. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മാനേജർ ഉണ്ടായിരുന്നില്ല അവിടെ. ഒരു സഹായത്തിന് വേണ്ടി പോയതാണ്. അത് ചോദിച്ച ഉടനെ പുള്ളിക്കാരത്തി എടുത്തു തരിക സന്തോഷത്തോടു കൂടി. എനിക്ക് ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു വൈകിയെങ്കിലും അതിന്റെ ഒരു ഒന്നും നമ്മളോട് പ്രകടിപ്പിക്കണില്ല. കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഉച്ചയ്ക്ക് കാണണം സദ്യക്ക്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അമ്പേരെ സദ്യയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അവ കാണണം. ശരിടാ. അമ്പാടി എവിടുന്ന രാവിലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. നാളെ ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. എവിടേക്കാടോ ഇത്ര ധൃതിയിൽ പോണ്? സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ കാലത്തന്നെ. എവിടുന്നത് ന്യൂ ഇയർ ആഘോഷങ്ങൾ നേരത്തോടെ തന്നെ തുടങ്ങിയ ഈ നമ്പ്യാരൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങളെ ഇന്ന് രാവിലെ നേരത്തോടെ പോയി, അല്ലെങ്കിൽ എങ്ങനെ കിട്ടാനാ? ഭയങ്കര അടുക്കാൻ പറ്റില്ല അവിടേക്ക്. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനിയിപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ മോഹൻ കയ്യിൽ നിന്നോട്ടെ രമണ. ഇതിന്ന് ഒരു തുള്ളി കിട്ടില്ല കേട്ടാ. ഞാനേ കള്ളൂടി നിർത്തുന്ന ദിവസമാണ് ഇന്നത്തോടു കൂടി. സുഗുണൻ കള്ളുകൂടി നിർത്തും. അപ്പൊ സുഗുണ കള്ളുകൂടി നിർത്താൻ പോവാ?
പിന്നെ കാലത്തിന്റെ അനിവാര്യമായ മാറ്റം കണ്ടു പഠിക്കട്ടെ രമണ. വഴി പറയണം മുണ്ടയ്ക്ക നമ്പ്യാരെ. നീ എന്താ അവിടെ ഇരിക്കണത്? കേരളം പാടിയാ ശീലേച്ചി ഷീലേച്ചിനെ നീ കണ്ടിട്ടില്ലേ? നീ ഇവിടെ കയറി വാടാ. വാവേ ഷീലേ ആ മോൾട്ടി അമ്മ എവിടെ? അതെ. അച്ഛ വന്നടേ. നിങ്ങളുടെ ആറാട്ടിന്ന് നേരത്തെയാണ് അല്ലേ? ശീലേച്ചി ഷീലേ നിർത്തി, ഇന്നത്തോടെ പരിപാടി നിർത്തി. എന്തുട്ട് ഈ കള്ളുകൂടിയാ? ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാണ്. ഇത് അതുപോലെയല്ല ശീലേച്ചി. സുഗുണം നിർത്തിന്ന് പറഞ്ഞ് നിർത്തി, ഇന്നത്തോടെ നിർത്തും. ഉവ്വ് നീയൊക്കെയല്ലേ കൂട്ട്? ഈനാൻ തേച്ചിക്ക് കൂട്ടും മരപ്പട്ടി. ഷീലേ ഇത് ഞാൻ മുന്നേ പറയണ പോലെയല്ല. സോണാൻ നാളെ മുതൽ കൈ കൊണ്ട് തൊടില്ല. സത്യം സത്യമായിട്ടും നീയാണ് എന്റെ പൊന്നു മോളാണ് സത്യം. ഞാൻ ഈ സ്ഥാനം ഇനി കൈ കൊണ്ട് തൊടില്ല. എന്റെ കൃഷ്ണ ഗുരുവരപ്പ, നീ ഇപ്പോഴെങ്കിലും എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അമ്പാടി നിനക്ക് ഞാൻ ചിക്കൻ കറി എടുത്തിട്ട് വരാട്ടോ. രാമണൻ പേരും വന്നിട്ട് ചോദിച്ചു കേട്ടില്ലേ? അമ്പാടി നമ്മള് നിർത്തും പറയാൻ നിർത്തും. അമ്പാടി ഇനി 2024 എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ്. അതെന്തായാലും നിർത്തന്നെ. എല്ലാവരും മുന്നിലും നമുക്ക് അവര് മാറ്റണം. നമുക്ക് നമ്മള് നമ്മള് ഇതുകൊണ്ട് ഈ സാധനം കൊണ്ടല്ല ഈ വിലയിലുണ്ടായത്. നമുക്ക് നിർത്താണ്ട ഓക്കെ. അതൊട്ട് കുടിയില്ല കേട്ടാ. കഴിക്ക്. കുടിയില്ല കുടിയില്ല. നിനക്ക് വീട്ടിൽ പോണ്ടേ? നീ കഴിക്കേ. എന്താ ഫിറ്റ് നീ പറ്റോ? ഞാൻ കൊണ്ടുപോയി തരണം തന്നെ. ചേട്ടാ അവിടെ കിടന്നോ? നീ തന്നെ പോവില്ലേ? വലിയ ആളായി ഭയങ്കര കപ്പാസിറ്റി. നീ ആകെ ഒരു പൊടിക്കുപ്പി സാധനം കുടിച്ചു തീർന്നുള്ളതാ. എന്തായാലും നിർത്തുക. നിർത്താം. ഷീലേ 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 പാവേ അവിടെ പോയി കിടക്കുക. പാവേ ഷീലേ എവിടെ പോയി കിടക്കുള്ളൂ? ഏതടുപ്പിലോ? ഷീലേ എന്താണ് സമയത്ര? സമയം 10 മണിയായി. 10 മണിയായാ? 10 മണിയായി. എന്തൊരു കഷ്ടണ്ടായേ. നല്ലൊരു ദിവസമായിട്ട് നിനക്കൊരു നേരത്തെ വിളിച്ചാൽ എന്താ കുഴപ്പം? ഓ വിളിച്ചാൽ നേരത്തിന് എണീക്കുന്ന ഒരാള്. പുതുവർഷമായിട്ട് നമ്മളത് അമ്പലത്തിലൊക്കെ പോവാന്ന് വിചാരിച്ചതാ. നിങ്ങക്ക് വേണ്ടി 10 മണിക്കാണ് അമ്പലം തുറന്നു വെച്ചിരിക്കുക. നീ എവിടെ പോയി കിടന്നിരുന്നാണ് ഷാവി?
നിങ്ങളൊന്ന് ആദ്യം പോയിട്ട് കുളിക്ക്. നാറിട്ട് നിക്കാൻ വയ്യ മനുഷ്യൻ. ആ മുണ്ടൊക്കെ ഒന്ന് മാറ്റിട്ട് വായത്. നീ എവിടേക്ക് വാലുമത്തി പിടിച്ച പോലെ പോണു? അടുക്കളേക്ക്. അടുക്കളയിൽ വന്നിട്ട് പണി. പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു തരും. അതെ, അവിടെ നിങ്ങൾ ആരെങ്കിലും അടിയന്തരം നടക്കില്ല. ഒരു പുതിയ മനുഷ്യനാണ് ശീല കൊച്ചമ്മേ. നടക്ക. ഈ മനുഷ്യൻ കുളിച്ചിട്ട് വീണ്ടും വന്നു കിടന്ന. ഞാൻ ഓടാമെന്നല്ല. തൂണില്ലേ അവിടെ? ഒന്ന് വിളിക്കൂ. നീക്കിട്ട് പുറത്താ ഓട്ടോഷക്കാരൻ വന്നിട്ടുണ്ടോ? ഒന്ന് നീക്കേ. നീക്കി അവിടെ പുറത്തൊരാള് വന്ന് നിക്കണ്ടത്. ആ ഓട്ടോഷക്കാരൻ വന്നിട്ടുണ്ട്. ആവ പോയി ചോദിക്കും. ഞാൻ ഇരിക്കാമെന്നല്ല. നീ എന്ത് പണി തൂണ കാണിച്ചേ? നീ ഇന്നലെ പൈസ തരാന്ന് പറഞ്ഞ എന്തോരം നേരം അവിടെ വെയിറ്റ് ചെയ്തു. നീ ആ പൈസ എടുത്തിട്ട് വന്നാ നീ എന്തിട്ട് ആലോചിക്കണേ? ഞാൻ ഇന്നലെ ഒരു തുള്ളി അടിച്ചിട്ടില്ല. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? ഇന്നലെ 1-ാം തീയതി ആയിട്ട് കണിങ്ങളുടെ ആൾക്കാർ കുടുംബത്തെ വിളിച്ച് കയറ്റിട്ട് തോറ്റുപോയി. ഞങ്ങളെ കൊണ്ട് തനിക്ക് എത്ര രൂപ തരാണത്? 150 രൂപ. 150 രൂപ നീ നേരം വന്നേ. ഇത് നിനക്ക് 150 രൂപ വിലയില്ലേ? 10 രൂപ 2 പെഗ്ഗടിക്കാൻ സോണാ. ഇത് തന്റെ കാശ്. ഹാപ്പി നേരാ. ഓടതണ്ടി 1-ാം തീയതി 150 രൂപ കുടുംബത്തിൽ കയറി വന്നിരിക്കുക. തല പൊങ്ങാണ്ടിരിക്കുമ്പോഴാണ് അമ്മയും ചേട്ടനും വരുന്നതാ. വാവേ, മാമനും അമ്മമ്മയൊക്കെ വരണോ? എന്തോ ആവേ കുഞ്ഞു അച്ഛൻ കേരളയാ ഒന്നു പിന്നോ ഇതാരത്? ഇനി മനസ്സിലായില്ലേ? നമ്മുടെ മനുഷ്യനല്ലേ? അച്ഛനിപ്പോ ഒരു 20 വയസ്സ് കുറഞ്ഞുണ്ട്. ന്യൂ ഇയർ ആയിട്ടേ അച്ഛന്റെ ഒരു തീരുമാനാണ് സ്റ്റൈലായിട്ട് നടക്കട്ടെ എന്നുള്ളത്. ഇവന്റെ അടുത്ത് പിടിച്ചിക്കണ്ടേ? എന്താ ചെയ്യാ മക്കളെ? ഇവന്റെ ഒരു ഗ്ലാമർ. മോലാന്റെ ലുക്കായിണ്ട്. കേറ് ചേട്ടാ. സുഖല്ലേ? മനസ്സിലായില്ലേ അച്ഛനെ? അല്ല സുഗുണ, എന്റെ ആടെന്തായി? പ്രസവിച്ച? എന്നിട്ടാ ആടെ എവിടെയാണെന്ന് ചോദിച്ചു നോക്കി. അതെ, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനത് വിറ്റുണ്ടാവും എനിക്കറിയാം. ഇവന്റെ കുടി നിർത്താണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടില്ല കേട്ടോ മോളെ. കേക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേ. ഞാൻ നിർത്തിയച്ചാ. എന്തുട്ട്? കള്ളൂടി ഞാൻ നിർത്തി. എന്റെ അമ്മ അവിടെ പറയുന്നത് കേട്ടു നിർത്തിന്ന്. അത് അറിയാൻ വേണ്ടിട്ട് തന്നെ ഞങ്ങള് വന്ന. സത്യാണ് അച്ഛാ. ചേട്ടൻ കൂടി കുടിയൊക്കെ നിർത്തിയ അവന് കൊള്ളാം. കുറച്ചു കാലം കൂടി എന്റെ മോളുടെ ഒപ്പം അവന് ജീവിക്ക. അളിയനൊന്ന് ലീവാ? ഒരു ജോലി കിട്ടിയിട്ട് വേണം എനിക്കൊരു ലീവ് എടുക്കാൻ. നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലേ? ഈ കള്ളൂടി കാരണം കളഞ്ഞു തുറച്ചതല്ലേ? നീ ഒന്നും മിണ്ടാണ്ടെന്നാ ശീലേ. നീ അവർക്ക് വല്ല ചായ വെള്ളം എന്തെങ്കിലും കൊടുത്ത പിള്ളേര് ചായ എടുക്കണ്ട ചേച്ചി. ഞങ്ങൾ തൃപ്രയ അമ്പലം പോയി വരണ വഴിയാ. അവിടെ നല്ല ചൂട് മസാല ദോശ കഴിച്ചു ഞങ്ങള്. അപ്പൊ ഒന്നും വേണ്ട.
ആന്റി മക്കൾക്ക് പാപ്പെടുക്കട്ടെ? എങ്കിൽ ഐസ്ക്രീം തരട്ടെ? എന്ന് വായു, ആന്റി ഐസ്ക്രീം തരാം. മോളെ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പൊ കൊണ്ടുവരാമേ. ഇതാമേ വെള്ളം. ഇത് ഒരുപാടുണ്ടല്ലോ അമ്മ. എന്തിനാ അത് എപ്പോഴും വരുമ്പോ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കുന്നത്? വാവയ്ക്ക് മാത്രം എടുത്താൽ മതിയായിരുന്നില്ലേ? വേലന്മാരെ മുഴുവൻ ചുരിദാറും സാരി നിറഞ്ഞിരിക്കുക. അതൊക്കെ പോട്ടെ മോളെ, അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ മക്കള് സന്തോഷായിട്ടിരിക്കണം, അതാ അച്ഛന്റെ അമ്മേരും സന്തോഷം. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഈ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഒന്നും അല്ല സന്തോഷം. ഈ കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ഒരു ആചാരമാണ്, അല്ല അളിയ? ആചാരങ്ങളിൽ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അളിയ. നമ്മൾ ഈ ആഘോഷങ്ങളും ന്യൂ ഇയറുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സമ്മാനങ്ങളും മെസ്സേജുകളൊക്കെ അയക്കുന്നത് എന്താണെന്ന് അറിയും. അവർക്കൊരു പ്രചോദനമായിട്ട് മാറുകയാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ. മാത്രമല്ല നമ്മുടെ വാക്ക്, പ്രവൃത്തി, ജീവിതം ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായിട്ട് മാറണം. അതാണ് നമ്മുടെ ഈ പുതുവർഷത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അമ്മ പറയാറില്ല അമ്മേ, ഭാര്യയെ സ്നേഹിച്ചും പരിഗണിച്ചും ഭർത്താവ് നല്ലൊരു പുതുവർഷ സമ്മാനമായി മാറണമെന്ന്? അതുപോലെ തന്നെയാണ് മോളെ, ഭർത്താവിനെ സ്നേഹിച്ചും അംഗീകരിച്ചും ബഹുമാനിച്ചും ഭാര്യയും ഒരു പുതുവർഷ സമ്മാനമാകണമെന്നുള്ളത്. അത് കേട്ടിട്ടില്ലല്ലേ? ഇല്ലേ അളിയ? ആ കാര്യത്തില് ഞാനും ഭാഗ്യവന്മാരാ. അതുപോലെ തന്നെ മക്കളും അച്ഛനമ്മമാർക്ക് സമ്മാനമായി മാറണം. അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മക്കൾക്ക് ചെയ്തു കൊടുക്കണം. അതൊക്കെ ശരി തന്നെ. മക്കളെ സ്നേഹിച്ചും സഹായിച്ചും ഒരു വലിയ സമ്മാനമായിട്ട് തീരണം നമ്മള് മാതാപിതാക്കള്. അത് നീ എനിക്കിട്ട് താങ്ങിയതാണല്ലോ ഗൗരിയെ. ഇതിന് മത്സരിക്കാൻ ഞാനില്ലാട്ടാ. അളിയ, ഈ പുതുവർഷത്തില് നമ്മൾ കേക്കൊക്കെ മുറിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മധുരമായി മാറാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. ഞങ്ങളെ ചേച്ചി തൃപ്രാർ അമ്പലം പോയി വരുമ്പോഴേ ഞങ്ങള് വൃദ്ധസദനത്തിൽ കയറി. എന്ത് രസം അവിടെ, നല്ല അമ്മമാര്, നല്ല സ്നേഹമുള്ള അമ്മമാര്. ചേട്ടാ നമുക്ക് അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം. എന്തൊരു സ്നേഹ അമ്മമാർക്ക്. എനിക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. അത് ചേട്ടാ, നമ്മളവിടെ സ്വീറ്റ്സ് കൊടുത്തോണ്ടിരിക്കുമ്പോഴേ ഒരു വെളുത്ത് നല്ല സുന്ദരമായിട്ടൊരു അമ്മനെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ ചേട്ടനോട് എന്റെ വീടിന്റെ അവിടെ ഒരു നാണയം ഉണ്ടായിരുന്നു? ആ അമ്മയുടെ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ അടുത്തുനിന്ന് പോരാൻ തോന്നിയില്ല. എന്ത് രസം സംസാരിക്കാൻ. മോനെ സുഗുണ, നീ എന്ത് ഭാഷ പറയുന്നേ? നീ കള്ളുകൂടി മാറ്റിന്ന് പറയുന്നത് ശരിയേ? കള്ളുകൂടി നിർത്തിയാരാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ക്ഷീണം, ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ അളിയാ. എന്തല്ലേ ഇന്നലത്തേക്ക് വല്ല ബാലൻസ് ഉണ്ടോ? നിന്റെ പൂച്ചയത് എന്താ ചേട്ടാ അവിടെ നിക്കണേ? ഒന്നുമില്ല, നമ്മുടെ അച്ഛൻ കയറി കിടക്കിൽ നിന്ന്. എന്താ നിങ്ങക്ക് ബോറടിച്ചാ? ബോറടിച്ചില്ല, അച്ഛൻ എന്ത് സ്റ്റാർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു മാലോടെ ഇടണം. പോയി ചേട്ടാ അവിടെ. ആരോഗ്യോ ഡ്രസ് പാക്ക് ചെയ്യാ. നല്ല കുട്ടിയായിട്ട് പഠിച്ചോളൂട്ടാ. അമ്മ പറഞ്ഞതൊക്കെ കേട്ടോളൂട്ടാ മോളെ. ഇന്നൊരു ന്യൂ ഇയർ ആയിട്ട് മുഴുവൻ ഉറങ്ങിയത് സുഖിച്ചു അല്ലേ? എണീക്ക് 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 എണീക്കണോ? ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ? ഞാനൊന്നേ പുറത്തു വിട്ട് ഒരു നാരങ്ങ കൊണ്ട് പറയുന്നത്. ഇവിടെ നാരങ്ങയില്ലല്ലോ. പറഞ്ഞു ഞാൻ മറന്നു. ഒരു നാരങ്ങ കൊണ്ടില്ല. നീ എൻ്റെ ഡ്രസ് ഒന്നും എടുത്തേ.
അറിയില്ല എന്ത് ദേഷ്യം ദേഷ്യപ്പെടുമ്പോ കാണുന്നില്ല. പിന്നെ നിനക്കന്ന് എന്തോ പേടിക്കണം പറയുന്നുണ്ടായിരുന്നില്ലേ? എന്ത് ജിട്ടി അങ്ങോട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനോ? നിങ്ങൾ വൈകിട്ട് പോയിട്ട് വരുമ്പോഴേ എനിക്കൊരു അടിപ്പാവടയും കുറച്ച് ഇന്നൂറ് മേടിച്ചിട്ട് കൊണ്ടുവരും. പിന്നെ നിന്റെ ഇത് വാങ്ങിക്കാൻ എനിക്കൊരു ജോലി ശരിയായിട്ട് നിന്റെ പോണം വാങ്ങിക്കല്. നീ എവിടെയെങ്കിലും പോയി വാങ്ങിക്കണ്ട ശീല. സകല ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. അത് എന്റെ ഈ കോന്തം മാത്രമായിരിക്കും ഇങ്ങനെ. കിളികൾ പാടുമൊരു അവിടെ നേർക്കനക തേടിയ നൊന്നു പോകാം. കാലാൽ തടഞ്ഞതൊരു കൽച്ചരലു പാത്രം, കയ്യാലെടുത്തതൊരു ചാവുകിളി മാത്രം, കരളാൽ കടഞ്ഞതൊരു കഞ്ചുവിടുവെള്ളം, ഇതിരാൽ പിറപ്പു വെറും ഒറ്റ മൊഴി മന്ത്രം. മതി മതി. ഞാൻ പറഞ്ഞില്ല അത് കഴിക്കുന്നത്. അത് വീണ്ടും വൈറ്റം എടുത്തു കൊടുത്തു. അയ്യോ അത് വൈറ്റമിന് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ? സോറി ഷീലെ, പറ്റിപ്പോയി. നന്നാവില്ല നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. പറ്റിപ്പോയി ക്ഷമിക്കണം. കേക്ക് മുറിക്കണം. ന്യൂ ഇയർ അല്ലേ, കേക്ക് മുറിക്കണ്ടേ? ശീല, കേക്ക് മുറിക്കണ്ടേ നമുക്ക്? നീ കേക്ക് മുറിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യര്. നമുക്ക് കേക്ക് മുറിക്കാട്ടാ. നമുക്ക് കേക്ക് മുറിക്കാം. അടിച്ച് പൊളിക്കണം നമുക്ക്. ന്യൂ ഇയർ നമ്മള് തകർക്കും. ശീല കേക്ക് വന്നു അമ്മാനച്ചന്റെ കേക്ക് വന്നു. അത് കേക്ക് കുടിക്കണ്ട. ഹാപ്പി ന്യൂ ഇയർ. ഒരു സമ്മാനമുണ്ട് മോളമ്മയ്ക്ക്. ചില നീ പറഞ്ഞത് പാട്. എന്റെ ബുദ്ധി
എനിക്ക് അറിയുകയോ ചെയ്യില്ല ശീലേ ന്യൂ ഇയർ ആവണമെന്നൊന്നും ഇല്ല സുഗുണ ഒരാൾക്ക് നന്നാവാനായിട്ട്.